2034 മുതൽ രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാകണമെങ്കിൽ 2 സഭകളിലും 3/2 ഭൂരിപക്ഷം സർക്കാരിന് ഉറപ്പാക്കണം. നിലവിൽ ബിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. നോബൽ മാരിക്കാരൻ ചേരുന്നു ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. നോബൽ, നിലവിലെ അംഗബലം വെച്ച് ബിൽ പാസ്സാക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇന്നലെ ഇപ്പോൾ ഫഡ്നാവിസും ഉദ്ധവ് താക്കറെയും ഒക്കെ കൂടിക്കാഴ്ച നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ബിൽ എങ്ങനെയെങ്കിലും പാസ്സാക്കിയെടുക്കുക എന്നത് തന്നെയാണോ BJPയുടെ തന്ത്രം? ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ 198-നെതിരെ 269 വോട്ടുകൾക്കായിരുന്നു ബില്ലിന്റെ അവതരണം. 2034 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി നടത്തുക എന്നാണ് ബില്ല് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. പിന്നീട് ഈ തെരഞ്ഞെടുപ്പുകൾ എല്ലാം ഒറ്റഘട്ടമായി, പ്രത്യേകിച്ച് പഞ്ചായത്ത്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളെല്ലാം ഇതിനൊപ്പം നടത്തുക. അങ്ങനെ ഒരു രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് എന്നതാണ് ഈ ബില്ല് കൊണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഭരണഘടനയുടെ 129 ഭേദഗതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. 83, 172, 327 എന്നീ അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്യണം. അതോടൊപ്പം തന്നെ ജനപ്രാതിനിധ്യ നിയമവും ഭേദഗതി ചെയ്യേണ്ടി വരും. ഇതിനുള്ള ബില്ലുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 2034 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളുടെയും നിയമസഭകളുടെ കാലാവധി വെട്ടിക്കുറയ്ക്കേണ്ടി വരും എന്നാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിൽ 2031 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ആ നിയമസഭയുടെ കാലാവധി 3 വർഷം മാത്രമായിരിക്കും. അതോടൊപ്പം തന്നെ 5 വർഷത്തേക്ക് ഒരു സർക്കാർ തിരഞ്ഞെടുത്ത് ആ സർക്കാർ 3-ാം വർഷം അതിന് അധികാരം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സർക്കാർ വീഴുകയോ ചെയ്താൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അടുത്ത 2 വർഷത്തേക്ക് മാത്രമായിരിക്കും. അതായത് കൃത്യമായി 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യവസ്ഥ ചെയ്യപ്പെടുന്നത്. അത്തരത്തിൽ വരുമ്പോൾ അത് സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നു എന്നൊരു വിമർശനം പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ പൊതു തെരഞ്ഞെടുപ്പ് എന്നും ഇടക്കാലത്ത് സർക്കാർ വീണ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഇടക്കാല തെരഞ്ഞെടുപ്പ് എന്നും അറിയപ്പെടും. ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാരിന് ഈ ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല. 3/2 ഭൂരിപക്ഷമാണ് ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായുള്ളത്. ആ പശ്ചാത്തലത്തിൽ സർക്കാരിന് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ കൂടി ഇതിന് ആവശ്യമായുണ്ട്. പക്ഷേ പ്രാദേശിക പാർട്ടികൾ ഒരു തരത്തിലും പിന്തുണയ്ക്കില്ല നിലപാടാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ ഈ ബില്ലിനെ നിലവിൽ JPC-ക്കുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും JPC-യുടെ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. JPC രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. JPC നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്താണെങ്കിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. നിലവിലത്തെ ഭൂരിപക്ഷം വെച്ച് ലോക്സഭയിലും രാജ്യസഭയിലും ഈ ബില്ല് പാസ്സാക്കുക എന്നത് സർക്കാരിന് ഏറെ ശ്രമകരമായ ദൗത്യം കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ നോബൽ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.